നിങ്ങൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്വർണം ആഭരണമായിട്ട് വാങ്ങാം, കോയിൻസ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ETF-കളുണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് RBI ത്രൂ ഇറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. പക്ഷേ പഴയതുപോലെ കണ്ണും പൂട്ടി സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിൻ്റെ കാരണം അറിയുന്നതിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് അവസാനം വരെ ഒന്ന് കണ്ടോളൂ. ഇതുപോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളുടെ റുപ്പി മങ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ ശ്രമിക്കും. രാജുമോൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് പണം ലഭിച്ചപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങി. 8 വർഷം കഴിയുമ്പോൾ ആ ലാഭത്തിന് ₹1 പോലും ടാക്സ് കൊടുക്കണ്ടല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ 2026 ഏപ്രിൽ 1 വന്നിട്ടുള്ള പുതിയ ബജറ്റിലെ നിയമം രാജുമോൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചിരിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ ആസ്ക് റുപ്പി മങ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് പറയാനായിട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴായാലും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ഏപ്രിൽ 1 മുതൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബോണ്ടുകൾ വിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നുള്ള നിയമമാണ്. അതായത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോവറിൻ ഗോൾഡ് ബോണ്ട്, അതായത് RBI ഇറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് 2 തരത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ ഓരോ പുതിയ ലോട്ടുകൾ വരുമ്പോഴും ഗവൺമെൻറ് ബാങ്കുകൾ വഴിയോ സ്റ്റോക്ക് ബ്രോക്കർമാർ വഴിയോ വാങ്ങാനുള്ള ഒരു പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് പറ്റും. അതിനെ പ്രൈമറി ഇഷ്യൂ എന്നാണ് പറയുക. രണ്ടാമത്തേത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങിയിട്ടുള്ള ആളുകളുടെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നമ്മൾക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ETF-കൾ വാങ്ങുന്ന പോലെയോ ഒക്കെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുക. പുതിയ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്: 2026 ഏപ്രിൽ 1 ശേഷം നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് സോവറിൻ ഗോൾഡ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് കൊടുക്കണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നിങ്ങൾ കൊടുക്കണമായിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നവർക്ക് ഈ ടാക്സ് ഇളവ് കിട്ടുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇനി ഒരിക്കലും സോവറിൻ ഗോൾഡ് ബോണ്ട് നേരിട്ട് ഇറക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് വളരെ മികച്ച സ്കീമായിരുന്നു ആർക്ക്? ഇൻവെസ്റ്റർമാരായ നമ്മൾക്ക്. പക്ഷേ ഗവൺമെൻറ്റിന് ഒട്ടും നല്ല സ്കീമായിരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഈ സ്വർണത്തിൻ്റെ വില വർധനവ് മൂലം സർക്കാരിനുണ്ടായിട്ടുള്ള നഷ്ടം പരിഗണിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ. പലരും വിചാരിക്കുന്നത് പോലെ എല്ലാ സോവറിൻ ഗോൾഡ് ബോണ്ടും ടാക്സ് ഫ്രീ ആണെന്ന് ചിന്തിക്കുന്നത് വളരെ വലിയൊരു കെണിയാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സ്വർണ്ണ വിലയെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ വിലയ്ക്കൊക്കെ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് നമ്മൾ വാങ്ങി നമ്മൾ വിൽക്കുന്ന സമയത്ത് വലിയ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് വിത്തിട്ട് ഒരു ചെടി വളർത്തിയെടുക്കാം. അതിനെ നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ട് സർക്കാരിൽ നിന്ന് വാങ്ങുന്ന രീതിയായിട്ട് പരിഗണിക്കാം. അത് നിങ്ങൾ വളർത്തിക്കൊണ്ടുപോയി അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിന് യാതൊരുവിധ ടാക്സും കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ മറ്റൊരാൾ ഗവൺമെൻറ്റിൽ നിന്ന് വിത്ത് വാങ്ങി വളർത്തിക്കൊണ്ടുവന്ന ചെടി നിങ്ങൾ ഇടക്കാലം വെച്ച് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി നമ്മളതിനെ വളർത്തി വലുതാക്കി നമ്മൾക്കതിൽ ലാഭം കിട്ടിയാൽ നമ്മൾക്ക് ലാഭം എത്രയാണോ കിട്ടിയത് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം. ഇതാണ് 2026 ഏപ്രിൽ 1 മുതൽ വന്നിട്ടുള്ള നിയമം. ഇങ്ങനെയുള്ള സങ്കീർണമായ നിയമങ്ങൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ ശരിയായി നിക്ഷേപിക്കും എന്നോർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ആസ്ക് റുപ്പി മങ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഏത് സംശയവും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.